പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. പാപികളും നിസ്സാരരുമായ ഞങ്ങൾക്ക് അങ്ങല്ലാതെ, അങ്ങയിലല്ലാതെ മറ്റൊരിടത്ത് ആശ്രയമില്ല. ഈശോയെ, അങ്ങ് ഇറങ്ങി വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിന്നും ജീവിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളുടെ വേദനകൾ അറിയുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങിൽ ജീവിക്കുവാനും ഒരു കുഞ്ഞപ്പത്തോളം ഈശോയെ നീ ചെറുതായല്ലോ. ദൈവമേ, ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാൻ, പരിഗണിക്കാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യതയായി അങ്ങ് കണ്ടത്? ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു. ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യരാണ്. ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുൻപേ ഞങ്ങൾക്ക് ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടിക ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകല്ലേ തമ്പുരാനെ. ഈശോ കൂടെയുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കി അകലാത്ത ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈശോ മാത്രമാണെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങേക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് കാണണമേ. ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. ആരോരുമില്ല ഈ മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ. അണയാൻ തുടങ്ങും ഈ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ.
ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കള് പ്രിയപ്പെട്ടവർക്കൊക്കെ ലഭിക്കുന്നതിനായിട്ട് അതിശക്തമായ ഒരു സംരക്ഷണ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവരുടെ അരികിൽ സാത്താൻ വരത്തില്ലെന്നാണ് പറയുന്നത്. സാത്താൻ അവരെ തൊടാനായിട്ട് പറ്റത്തില്ല. ആപത്തുകൾ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് പ്രത്യേകമാംവിധം സംരക്ഷണം ലഭിക്കുന്ന ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന. ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദീസായുടെയും ശക്തിക്കും അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശക്തിക്കും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ശക്തിക്കും വിദ്യാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെ ശക്തിക്കും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. സെറാഫുകളുടെ സ്നേഹത്തിൻ്റെ ശക്തിക്കും മാലാഖമാരുടെ അനുസരണത്തിനും നിത്യസമ്മാനം ലഭിക്കാനുള്ള ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയ്ക്കും പാത്രിയർക്കീസ്മാരുടെ പ്രാർത്ഥനകൾക്കും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും കുമ്പസാരക്കാരുടെ വിശ്വാസത്തിനും കന്യകകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവർത്തികൾക്കും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. പിശാചിൻ്റെ കെണികൾക്കെതിരായും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടമായോ എനിക്കെതിരെ തിന്മയൊരുക്കുന്ന എല്ലാവർക്കുമെതിരായും എന്നെ വഴി നടത്തുന്നതിനായി ദൈവത്തിൻ്റെ ശക്തിക്കും എന്നെ താങ്ങി നിർത്തുന്നതിനായി ദൈവത്തിൻ്റെ ബലത്തിനും എന്നെ പഠിപ്പിക്കാനായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും എന്നെ നോക്കുന്നതിനായി ദൈവത്തിൻ്റെ കണ്ണുകൾക്കും എന്നെ കേൾക്കുന്നതിനായി ദൈവത്തിൻ്റെ കാതുകൾക്കും എനിക്ക് സംസാരിക്കുന്നതിനായി ദൈവത്തിൻ്റെ വചനത്തിനും എന്നെ സംരക്ഷിക്കുന്നതിനായി ദൈവത്തിൻ്റെ കരങ്ങൾക്കും എൻ്റെ പാതയൊരുക്കുന്നതിനായി ദൈവത്തിൻ്റെ വഴികൾക്കും എനിക്ക് അഭയം നൽകാനായി ദൈവത്തിൻ്റെ പരിചയ്ക്കും എനിക്ക് പ്രതിരോധം തീർക്കാനായി ദൈവത്തിൻ്റെ സൈന്യത്തിനും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനും ശരീരത്തിനുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ഉഗ്രശക്തികൾക്കെതിരായും വ്യാജപ്രവാചകന്മാരുടെ എല്ലാ വശീകരണ ശക്തികൾക്കുമെതിരായും തിന്മയുടെ എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും ദൈവനിന്ദയുടെ എല്ലാ വ്യാജ നിയമങ്ങൾക്കെതിരായും വിഗ്രഹാരാധനയുടെ എല്ലാ കബളിപ്പിക്കലിനെതിരായും ദുർമന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും എല്ലാ ആഭിചാരത്തിനെതിരായും മനുഷ്യാത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഈ പുണ്യങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിലും പൊള്ളലിൽ നിന്നും മുങ്ങി മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും ക്രിസ്തുവേ എന്നെ ഈ ദിവസം നീ കാത്തുപരിപാലിക്കണമേ. ക്രിസ്തുവേ എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ ദിവസം നീ കാത്തുപരിപാലിക്കണമേ.
ക്രിസ്തു എൻ്റെ കൂടെയായിരിക്കട്ടെ. എനിക്ക് മുമ്പേയും എനിക്ക് പിറകെയും എൻ്റെ ഉള്ളിലും എനിക്ക് കീഴിലും എൻ്റെ മുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വലത്തും എൻ്റെ ഇടത്തും എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലും എല്ലാവരുടെയും ഹൃദയത്തിലും എന്നെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലും എന്നെ കാണുന്ന എല്ലാവരുടെയും കണ്ണിലും എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും കാതുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും സൃഷ്ടാവായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. രക്ഷ കർത്താവിൻ്റേതാണ്. രക്ഷ ക്രിസ്തുവിൽ നിന്നാണ്. രക്ഷ, ഓ കർത്താവേ, എന്നേക്കും ഞങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് കർത്താവേ, ഞങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിശക്തമായ ഈ സങ്കീർത്തന ഭാഗം ദിവസവും വായിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അടഞ്ഞുപോയ ജീവിതത്തിൻ്റെ പല വഴികളും അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്ന ജീവിതങ്ങൾക്ക് ഈ സങ്കീർത്തനം ഒരു വഴികാട്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.